അതിരൂപത ഇത്തരത്തിലുള്ള ഒരു ജാഗ്രത സദസ്സൊക്കെയായി വരാനുള്ള രാഷ്ട്രീയ സാഹചര്യമൊക്കെയാണോ? ഇത് രാഷ്ട്രീയത്തെക്കാൾ സഭയുടെ സാഹചര്യവും സമുദായത്തിൻ്റെ സാഹചര്യവും തീർച്ചയായിട്ടും എല്ലാവരും അതിനെക്കുറിച്ച് അവബോധമുള്ളവരാണ്. നമ്മുടെ ഓരോ ഇടവകകളിലും ഈ സമുദായം നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ടുള്ള അവബോധം കിട്ടിയതിൻ്റെ വെളിച്ചത്തിൽ അറിവുള്ള അവബോധമുള്ള പക്വതയുള്ള ഒരു വിശ്വാസ സമൂഹമാണ് ഇവിടെ അണിനിരുന്നത്. എന്തുകൊണ്ടാണ് സഭ ഇങ്ങനെ അല്ലെങ്കിൽ സമുദായം ഇങ്ങനെ തുടർച്ചയായി അധികാര കേന്ദ്രങ്ങളിൽ നിന്നും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലൊക്കെ പതിയെ പതിയെ പിന്നോക്കം പോകുന്നത്? അത് ഒരു അജണ്ടയൊക്കെ ഉണ്ട് ഇതിന്റെ പിന്നിൽ. അതിനെക്കുറിച്ച് സമുദായം ഇന്ന് അവബോധമുള്ളവരാണ്. ഞങ്ങളെ എന്തുകൊണ്ട് തഴയുന്നു എന്ന് ചോദിക്കാനാണ് ഈ സമുദായ സദസ്സ്. പിതാവ് കഴിഞ്ഞ സാന്റോസായിട്ട് പിതാവ് പറയുകയുണ്ടായി, ആർക്കും ബ്ലാങ്ക് ചെക്ക് ഒന്നും തെരഞ്ഞെടുപ്പിൽ കൊടുക്കുന്നില്ല. ആരാണോ സഭയെ സഹായിക്കുന്നത് അവരെ തിരിച്ചു സഹായിക്കും. അത് തന്നെയാണ് തീർച്ചയായിട്ടും പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവും, രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളുണ്ടാവും യോഗത്തിൽ. സഭയിൽ അങ്ങനെ രാഷ്ട്രീയ പ്രസ്താവനകൾ ഇല്ല എന്നാണല്ലോ പിതാവ് പറഞ്ഞതിന്റെ അർത്ഥം. സമുദായത്തിനോടുള്ള ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതികരണങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അവരുടെ പ്രകടന പത്രികകളൊക്കെ വരുമല്ലോ. അപ്പം ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിക്കും തീർച്ചയായും.